നിങ്ങൾ അമ്മയുടെ അച്ഛന്റെയും പേര് എഴുതി വെക്കരുത്, നിങ്ങളുടെ സ്വന്തം പേര് എഴുതി വെക്കണേ. റീനെയിം ചെയ്യൂടെ? സീനത്തിന്റെ മോളെ റീനെയിം ചെയ്ത മോളെ, നിങ്ങൾ നിന്റെ പേര് എഴുതി വെക്കുക. കാരണം മാറ്റിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ പ്രോബ്ലം. ക്യാമറ നോട്ട് വർക്കിംഗ്, നോ പ്രോബ്ലം. നിങ്ങൾക്ക് അവിടെ റീനെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിച്ചിട്ട് റീനെയിം എഴുതിട്ടോ, അല്ലെങ്കിൽ അങ്കിളിനെ വിളിക്കാൻ പേര് കിട്ടാതെ ആവും. നിങ്ങളുടെ പേരുകൾ അങ്കിളിന് ഓർമ്മയുണ്ടാവില്ല. എല്ലാവരും ഓൺ ചെയ്യും. ഓക്കെ. ഇനി നമുക്കിവിടെ എന്തെങ്കിലും പഠിക്കണോ, നമുക്കിവിടെ എന്തെങ്കിലും കളിക്കണോ? എന്താ നമുക്ക് ആവശ്യം? എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. നമുക്ക് കളിയാണോ ആവശ്യം, പഠിത്തമാണോ ഇവിടെ ആവശ്യം? രണ്ടും വേണം. രണ്ടും വേണ? എന്തൊക്കെയാ പഠിക്കണ്ടേ ഇപ്പൊ? ഒന്നും പഠിക്കണ്ട. ഒന്നും പഠിക്കണ്ട. പിന്നെ രണ്ടും വേണം, പിന്നെ ഒന്നും പഠിക്കണ്ടേ? അതെങ്ങനെ ശരിയാവും? നമുക്ക് രണ്ടും വേണ്ടേ? നിങ്ങളല്ലേ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് പറയോ? കളിക്കട്ട് പഠിക്കാം. ഏതാ? കളിക്കട്ട് പഠിക്കാം. ഇതുവേടാ കളിക്കട്ട് പഠിക്കാം. കളിച്ചിട്ട് പഠിക്കാം. അത് സ്കൂളിൽ നിങ്ങൾ അത് തന്നെയല്ലേ ചെയ്യുന്നേ? സ്കൂളിൽ നിങ്ങൾ കളിയിലല്ലേ പഠിക്കുന്നേ? നമുക്ക് ഇന്ന് ഇവിടെ ഒരു കഥ പറഞ്ഞാലോ? ആരാ ഇവിടെ കഥ പറയാൻ മിടുക്കൻ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. കഥ പറയാൻ മിടുക്കൻ ആരാ? ഒരു കഥ കേൾക്കാം നമുക്കിന്ന്. കഥ പറയാൻ മിടുക്കനായ കൈവക്കുക, എന്നിട്ട് ഒരു കഥ പറയാം. നോക്കട്ടെ, എന്തെങ്കിലും കഥ ആവട്ടെ, കാക്കയുടെയോ പൂച്ചയുടെയോ എന്തെങ്കിലും ആവട്ടെ, ഒരു കഥ കേൾക്കണം എനിക്ക്. ഇന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളിൽ ഒരാളെങ്കിലും കഥ പറയാൻ മിടുക്കണം. മാളവിക പറയുള്ളൂ നല്ല കഥ പറഞ്ഞോ. അറിയില്ലേ? ഇല്ലെങ്കിൽ അശ്വൻ പറയും. അയ്യോ പെട്ടല്ലോ അശ്വനെ, അതൊന്നും ഓർമ്മയില്ലല്ലോ മോനെ. സാരില്ല, അങ്കിൾ എങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചില്ല. ഇന്ദ്രജിത്തിന് അറിയാവിടെ കഥ? ഇല്ലെങ്കിൽ സ്വന്തം കഥ പറഞ്ഞാൽ മതി. വൺസ് അപ്പോൺ എ ടൈം there was a boy who was living in the house. അല്ലേ? സ്വന്തം കഥ പറയാൻ അറിയോ? ഓക്കെ, നമുക്ക് അതന്നെ ഒരു നമുക്ക് ഇതന്നെ ഒരു പരീക്ഷണാക്കി എടുക്കാം. എനിക്ക് ഇപ്പൊ വേണ്ടത് നമ്മുടെ സ്വന്തം കഥ നമുക്ക് പറയാൻ പറ്റണം. ആർക്കൊക്കെ പറ്റും? ഒരു ഇമാജിനറി കഥാപാത്രമാക്കി നിങ്ങളെ വെച്ചുകൊണ്ട് സ്വന്തം കഥ പറയാൻ പറ്റുന്നവർ എത്ര പേരിവിടെ ഉണ്ട്? എല്ലാവരും പറയണം കേട്ടോ, ആരും മാറ്റി നിൽക്കാൻ പറ്റില്ല. 5ാം ക്ലാസ്സിന് താഴെ പഠിക്കുന്നവരുണ്ട് ഇവിടെ? 5ാം ക്ലാസ്സിലില്ല. 5ാം ക്ലാസ്സിന് താഴെ സ്കൂളിൽ ക്ലാസ്സിലുള്ള ആരാളുള്ള ഇവിടെ? ആ മോളെ, നിന്റെ പേരെന്താ? നിന്റെ ചേച്ചി ഇവിടെ മോളെ? സീനത്തിന്റെ മകൾ പേരെന്താ മോളെ? എന്റെ അൺമ്യൂട്ട് അൺമ്യൂട്ട് ആ മൈക്കിന്റെ ബട്ടൺ പ്രസ് ചെയ്യും. സ്മിത ഫാത്തിമ. സ്മിത. ഹിത ഫാത്തിമ. അപ്പൊ നിന്റെ ചേച്ചി, നിന്റെ ഇത്തല്ലേ? മറ്റേ വേറൊരാളല്ലേ? രണ്ടുപേരില്ലേ നിങ്ങള്? അവളോടെ അവിടെ എഴുതുക. അവിടെ വരാൻ പറ, ഓടി വരാൻ പറ. അങ്ങള് വിളിക്കുന്നുണ്ടോ? ഓടി വാ. അപ്പൊ എല്ലാവരും അവരവരെ കഥ പറയാൻ റെഡിയാണോ? എന്റെ പേര്, വീട്, സ്ഥലം, അങ്ങനെ ഒരു കഥ രൂപേണ പറയണം. ഒരിടത്തൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിയുടെ പേര് ദേവർഷ് എന്നായിരുന്നു. ആ ദേവർഷിന്റെ വീട്ടിൽ അമ്മയും അച്ഛനും 3 കുട്ടികളും ഉണ്ടായിരുന്നു. ദേവർഷ് മിടുമിടുക്കനായ കുട്ടിയായിരുന്നു. ഇങ്ങനെ പറയണേ. അമ്മേനെ വന്നു. വന്നോ? അവൾ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചേ? എവിടെ? യെസ്. നീയാണല്ലേ? എന്തുവാണ് ഇത്ര കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന അവിടെ ഇപ്പൊ? റെക്കോർഡ്. ഓ, എത്രയിലേക്കാ? +2. +2 ആണെങ്കിൽ നീ മറ്റേ ഗ്രൂപ്പിലല്ലേ വരണ്ടേ? ഈ ഗ്രൂപ്പിൽ വേണ്ടല്ലോ. അല്ല, എന്നെ വിളിച്ചു. ഞാൻ കരുതി നിന്നെ നീ 10ാം ക്ലാസ്സിന് താഴെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വിചാരിച്ചു. അപ്പൊ കുഴപ്പമില്ല, നീ പോയി +2. നാളത്തെ നിന്റെ ക്ലാസ് നാളെ കേട്ടോ. നാളെ വിട്ടോ മോളെ വിട്ടോ. യഥാർത്ഥത്തിൽ ശരി. അപ്പൊ ഇങ്ങനെ കഥ പറയാൻ എല്ലാം റെഡിയാണ്. അവരൊരു പേര്, അമ്മയുടെ പേര്, അച്ഛന്റെ പേര്, ഇങ്ങനെയൊക്കെ കഥ പറയാൻ എത്ര റെഡിയാണ്? ഉദിത്തെ റെഡിയാണോ? ഒന്ന് പറഞ്ഞു നോക്കേ.
നീ തുടങ്ങിയ, നീയല്ലേ മിടുമിടുക്കൻ ഇവിടെ, നീ എന്ന് തുടങ്ങേണ്ടത്. എനിക്കത് അറിയില്ല. ഒന്ന് പറഞ്ഞു നോക്ക്, പറഞ്ഞ ബാക്കി അങ്കിൾ ശരിയാക്കി തരാം. നീ പറഞ്ഞു നോക്ക്. എനിക്കറിയില്ല. എന്ത്, നിന്റെ പേരറിയില്ലേ? നിന്റെ വീട് പേരറിയില്ലേ? നിന്റെ അച്ഛന്റെ പേരറിയില്ലേ? ആ അമ്മേന്റെ പേരറിയില്ലേ? അതോ കൂടി ഒരു കഥ പറയടാ. എനിക്കത് അറിയില്ല. നീ പറഞ്ഞു നോക്കിയ കഥയാവും. നീ പറഞ്ഞപ്പോ അത് കഥയെ മാറും. അതൊക്കെ ആലോചിച്ച് എല്ലാരും ആലോചിച്ചു നോക്ക്. അപ്പോഴേക്കും വൈക പറയാൻ തുടങ്ങും. അപ്പോഴേക്ക് നീ ഒന്ന് ആലോചിച്ച് വന്നാൽ മതി. ഒന്നുമില്ല. എന്റെ പേര് ഒരിടത്തൊരിടത്ത് ഉദിത്ത് എന്ന പേരുള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ആ പയ്യൻ എല്ലാ കാര്യത്തിലും മിടുക്കനായിരുന്നു. അവന്റെ നാട്ടിന്റെ പേര് ഇന്നതായിരുന്നു. അവിടെ അവനും അവന്റെ അമ്മയും അച്ഛനും ആയിരുന്നു ജോലി ഉണ്ടായിരുന്നത്. അവരെന്നും നല്ല ഭക്ഷണം കഴിക്കുമായിരുന്നു എന്നൊക്കെ പറയൂലേ? അങ്ങനെ പറയൂലേ? ഇത് വീട്ടിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ മതി. ഒന്നും കൂട്ടി പറയുന്നു വേണ്ട. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇന്ന് അസൈൻമെന്റ് തരട്ടെ, നിങ്ങൾക്ക് എഴുതി വെക്കുക. നോക്കാം. എന്നാ എല്ലാവരും എഴുതിക്കോ നിങ്ങളുടെ നോട്ട് പുസ്തകത്തില്. ആദ്യത്തെ പരിപാടി, എല്ലാവരും നോട്ട് പുസ്തകം എടുത്തിട്ട് വാ. ഒരു ചെറിയ പുസ്തകം വേണം നമ്മളിൽ കേട്ടോ. ഒരു ചെറിയ പുസ്തകം മേടിച്ചു വെക്കണം നമുക്കിവിടെ ക്ലാസ്സിന്. രസത്തിന് നമുക്ക് ഫണ്ണി തിങ്സ് കാണിക്കണ്ടേ ഇവിടെ. കളിയിലൂടെ ചെറിയ കാര്യങ്ങൾ കേട്ടോ. ഡയറി മതിയോ? എന്തെങ്കിലും മതി. എന്തിലെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് അത് തന്നെ വേണം കേട്ടോ. ഞാൻ ചോദിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞതെന്ന്. ഇനി കുറച്ചു കഴിഞ്ഞാൽ രാധിക ആന്റി നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാൻ തുടങ്ങും. അങ്കിള് മാത്രല്ല, ആന്റി കഥ പറയാൻ ഭയങ്കര മിടുക്കിയ. ഓക്കെ, നാളെ നിങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളെ പറ്റി ഒരു കഥ എഴുതാം. അമ്മയോടെ അച്ഛനോടൊക്കെ പറഞ്ഞിട്ട് ജയിച്ചു മേടിച്ചോളൂ. നിങ്ങളെ പറ്റി, അവനവനെ പറ്റി ഒരു കഥ രൂപേണ എഴുതണം. എന്ത് വേണേലും നിങ്ങൾ ചേർത്തോ. ഞാനൊരു രാജകുമാരനായിരുന്നു, അവിടുത്തെ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു, ആ രാജകുമാരി ഞാനും കൂടി ഇങ്ങനെ മെഴ്സിഡീസ് ബെൻസിൽ പോവുകയായിരുന്നു. അങ്ങനെ എന്ത് വേണേലും എഴുതിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന എന്ത് കാര്യവും കഥയിൽ ഉണ്ടാവണം. ഇപ്പൊ ആലോചിക്കേണ്ട, പതുക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് എഴുതിയാൽ മതി. എത്ര യെസ്, യു ക്യാൻ റൈറ്റ് ഇറ്റ് നൗ അൽഫിൻ, ഓർ ലേറ്റർ, നോ പ്രോബ്ലം. എനി ടൈം അൽഫിൻ ക്യാൻ റൈറ്റ് ഇറ്റ്. നിങ്ങൾക്ക് മലയാളം അറിയാത്തവർക്ക് ഇംഗ്ലീഷിൽ എഴുതാം. യു ക്യാൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം, വാട്ട് എവർ ഇറ്റ് മേ ബി, യുവർ ഓൺ കംഫർട്ടബിൾ ലാംഗ്വേജ്. ഓർ എനിബഡി വാണ്ട് റൈറ്റ് ഇൻ ഹിന്ദി, ഓക്കെ, ദാറ്റ്സ് ഓൾസോ ആക്സെപ്റ്റബിൾ. ഇംഗ്ലീഷ് ഹിന്ദി എഴുതുന്നവർക്ക് ഹിന്ദി എഴുതാം, മലയാളം എഴുതുന്നവർക്ക് മലയാളം എഴുതാം, തമിഴുള്ളവർക്ക് തമിഴ് എഴുതാം. മനോഹരമായിട്ട് എഴുതണം. മനോഹരം എന്ന് വെച്ചാൽ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എത്ര നന്നായിട്ട് എഴുതാൻ പറ്റുമോ. നിങ്ങൾക്ക് കുരുത്തക്കേടുണ്ടാവോ, നിങ്ങൾക്ക് എന്താ സ്നേഹമുണ്ടാവും, പ്രേമമുണ്ടാവും, കുട്ടികളുണ്ടാവും, ഗേൾ ഫ്രണ്ട് ഉണ്ടാവും, ബോയ് ഫ്രണ്ട് എല്ലാം ഉണ്ടാവും. അതെല്ലാം കൂട്ടിയിട്ട്, അല്ലേ ദേവജ്? നാണം വരുന്നുണ്ടോ എനിക്ക്? ഇല്ല, കേൾക്കുന്നത് ദേവജ് കേൾക്കുന്നില്ല ഞാൻ പറയണത്. അപ്പൊ ഇതെല്ലാം കൂട്ടി കഴിച്ചിട്ട് സ്കൂളിൽ നിങ്ങൾ നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ടാവും. അത് മാർക്ക് മേടിച്ച് നിങ്ങൾക്ക് വലിയ ജോലി വേണ്ടി വരും. ആ ജോലി വാങ്ങിച്ച് ജോലി കിട്ടി നല്ല ശമ്പളം മേടിക്കുന്നുണ്ടാവും. ശമ്പളം മേടിച്ച് നിങ്ങൾ നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ടാവും, ആൺകുട്ടിനെ കല്യാണം കഴിക്കുന്നുണ്ടാവും. അങ്ങനെ വലിയ വീട് വെക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ നാട്ടിൽ വലിയ സംഭവം നടത്തുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ പറ്റും അതൊക്കെ എഴുതിയിട്ട് നാളെ അങ്കിളിന് അയച്ചു തരണം. നല്ല കഥ എഴുതുന്നവർക്ക് ഒരു സമ്മാനമുണ്ട്. എന്താ സമ്മാനം വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമ്മാനം ഞാൻ തരും. ഓക്കെ, എഗ്രി? വൈക എഗ്രി ആണോ? വൈക എഗ്രി? എല്ലാവരും എഗ്രി ആണല്ലോ? അപ്പൊ എഗ്രി ആണെങ്കിൽ സൂമില് ഒരു റിയാക്ട് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അതിൽ ഒന്നുകിൽ കയറി ഇങ്ങനെയുള്ള ബട്ടൺ അടിക്കണം, അല്ലെങ്കിൽ ഇവിടെ അങ്കിൾ പറയുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ബട്ടൺ അടിക്കണം, ലവ് എന്നുള്ള ഏതെങ്കിലും ഒരു സാധനം ഇടണം. അപ്പോൾ നമ്മൾ ഇടണം ആവും. എന്താ ഇന്ദ്രജിത്ത്, അഗ്രി ഓർ നോട്ട് അഗ്രി? ഏതാ കേട്ടില്ലടാ? പറഞ്ഞു കേട്ടില്ല. അങ്കിത് റെഡി? അഗ്രി? യെസ്. എവരിവൺ, ഹരികൃഷ്ണൻ, അങ്കിത്, സുൽത്താന, തുഷാര, വിനയ്, ശങ്കർ, എവരിബഡിയൊക്കെ. അപ്പൊ നാളെ നിങ്ങൾ ഇത് എഴുതിയിട്ട് എന്ത് ചെയ്യും? ഗ്രൂപ്പില് ഫോട്ടോ എടുത്തിടണം.
അല്ലെ? നമുക്ക് അടുത്ത ക്ലാസ് അടുത്ത ആഴ്ചയിലേ ഉള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാൻ ഓക്കെ പറ്റും. ഇടുവോ? എല്ലാരും ഇടുമല്ലോ? ഓക്കെ, എഗ്രി, എഴുതി വെച്ചു. ഇനി കുറച്ച് പഴയ കാര്യത്തിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് തെറ്റിച്ച് ലംഘിച്ച് എത്ര പേരുണ്ട് ഇവിടെ? എല്ലാം പറഞ്ഞ് അവരൊന്ന് കൈപൊക്കിയേ. സാറ് പറഞ്ഞത് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി, ഞാൻ ചെയ്തു എന്ന് പറയുന്നവര് നമുക്കൊന്ന് ഏത്തവിടാലോ. നോക്കട്ടെ എത്ര പേര് തെറ്റിച്ചു. 2 മണിക്കൂർ കൂടുതൽ മൊബൈൽ ഉപയോഗിച്ച ബിരുദന്മാർ ഇവിടെ ഉണ്ട്. സാർ ആരൊക്കെയാ? ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. നിന്നെ ഞാൻ തൽക്കാലം എക്സംഷനിൽ ഇട്ടു. 2 മണിക്കൂർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഏതാ? ഞാനും വന്നിട്ടുണ്ടായിരുന്നില്ല. നീ വന്നിട്ടില്ല. എന്നാൽ അതുകൊണ്ടാ പറഞ്ഞത്, കഴിഞ്ഞ മീറ്റിംഗിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഗ്രി ചെയ്ത് പ്രോമിസ് ചെയ്ത ഒരു കാര്യമാണ്, ഒരു ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ ഞാൻ മൊബൈൽ ഉപയോഗിക്കില്ല. എത്ര പേര് ഉപയോഗിച്ചു അതിനുശേഷം വന്നവര്? എല്ലാം എനിക്കറിയാം. അമ്മമാരും നിങ്ങളുടെ അമ്മമാർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. സാർ ഇത്ര മണിക്കൂർ ഉപയോഗിച്ചു സാറേ, ഒന്ന് അവനെ ഉപദേശിക്കണം. അവനെ ഞാൻ പേര് വിളിക്കണില്ല. ഇപ്പൊ പറഞ്ഞു സാറേ സോറി, ഞാൻ ഇപ്രാവശ്യം ഉപയോഗിച്ചു പോയി എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങളെ കണ്ടുപിടിക്കും ഞാൻ. സാർ പറഞ്ഞേ. എനിക്ക് ക്ലാസ് ഉണ്ട് ഓൺലൈനില്. അപ്പൊ 3 മണിക്കൂറാണ്. അതുകൊണ്ട് വേണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, അത് എക്സംഷൻ. ശ്രേയ 3 മണിക്കൂർ ക്ലാസ് ഉണ്ട്. ക്ലാസ് അല്ല, നമ്മൾ ഗെയിംസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഗെയിംസ് റീൽസിന്റെ കാര്യമാണ് പറഞ്ഞത്. മറ്റ് ക്ലാസ്സുകളൊന്നുമില്ല. ഗെയിംസ് റീൽസും അല്ലേ? ഗെയിംസ് റീൽസും കാണാൻ നിൽക്കാൻ പാടില്ല. അത് കൂടുതൽ എന്നാ പറഞ്ഞത്. പസിൽസ് ഗെയിംസിനെയാണ് ഓർത്തത്. ഇല്ലാത്തവർക്ക് ഇപ്പൊ ഓർമ്മിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞത്. 2 പേരാണ്, ഇല്ലാത്തവർക്ക് ഓർമ്മിപ്പിച്ചാണ്. ദിവസത്തിൽ മാക്സിമം 1 മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ കളിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. റെക്കോർഡിംഗ് ഞാൻ അയച്ചിട്ടുണ്ട്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആരാ പറഞ്ഞ? ഓർമ്മയുള്ളത് പറഞ്ഞേ. സാർ ഞാനൊരു സ്ഥലത്തേക്ക് പോയതുകൊണ്ട് അന്ന് കുറച്ച് കഴിഞ്ഞാ വന്നത്. 7 മണിക്കൊക്കെയാണ് വന്നത്. കാരണം കുറച്ച് കാണാൻ പറ്റിയിട്ടുണ്ട്. നോ പ്രോബ്ലം മോളെ, നോ പ്രോബ്ലം. ഇവിടെ ആർക്കും ഓർമ്മയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ടാണ് 1 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത്? ഓർമ്മയുള്ള പറഞ്ഞു. ഇന്ദ്രജിത്തെ പിടിച്ചിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ട്? നീ കളിച്ചോ കൂടുതല്? ഇല്ല സാറേ, എനിക്ക് കളിക്കാൻ തരാറില്ല. അതാണ് തന്നെ. കളിച്ചവരുണ്ട് ഇവിടെ എന്ന് എനിക്ക് അറിയാം. അവരായിട്ട് പറയട്ടെ. എടാ ഇടക്ക് കളിക്കാറില്ല. അതെനിക്ക് കിട്ടി, നിന്റെ സൂചന കിട്ടി. ഇടക്ക് കളിച്ചോ, പക്ഷെ ഓവർ കളിക്കരുത്. ഒന്നുകൂടി പറയാം. പുതിയ വന്നയാൾക്ക് 1 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ഗെയിംസ് കളിക്കാൻ മൊബൈൽ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും അറിയാവോ? നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമാനാവണോ മന്ദബുദ്ധിയാവണോ? അതിന് ഉത്തരം പറ. എത്ര പേർക്ക് ബുദ്ധിമാനാവണം മന്ദബുദ്ധിക്കാരാവണം? ടൈപ്പ് ചെയ്തേ. എനിക്ക് മന്ദബുദ്ധി ആവണം എന്ന് പറഞ്ഞവർ യെസ് ഐ വാണ്ട് മന്ദബുദ്ധി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തേ. മന്ദബുദ്ധി ആവേണ്ടവർ ആരും ഇല്ലല്ലോ. ബുദ്ധിമാനാവേണ്ടവർ ആരൊക്കെ ഉണ്ട്? ബുദ്ധിമാനും ബുദ്ധിമതി ആവേണ്ടവർ മാത്രം ടൈപ്പ് ചെയ്തേ. നോക്കട്ടെ. യെസ്. അപ്പോൾ യെസ്, സ്മാർട്ട്. ഹൂ വാണ്ട് ടു ബിക്കം സ്മാർട്ട്? ഹൂ വാണ്ട് ബിക്കം നോൺ സ്മാർട്ട്? നിങ്ങള് സിമ്പിൾ ആയിട്ട് പറയാം. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ കൂടുതൽ മൊബൈൽ ഉപയോഗിച്ചാൽ നിങ്ങൾ ആവുന്നത് എന്തായിരിക്കും? സ്മാർട്ട് ആണോ നോൺ സ്മാർട്ട് ആണോ? 1 മണിക്കൂർ കൂടുതൽ നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ പോകുന്നത് അഡിക്ഷനിലേക്കായിരിക്കും. അഡിക്ഷൻസ് മേക്ക് യു നോൺ സ്മാർട്ട് ബോയ്. നോൺ സ്മാർട്ട്. അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്മാർട്ട് ആവില്ല. നിങ്ങളുടെ ബുദ്ധി ക്ഷയിച്ചു പോകും. 1 മണിക്കൂറൊക്കെ കളിച്ചോ. ഗെയിംസ് കളിക്കുന്നത് നല്ലതാണ്. ഗെയിംസ് കളിക്കണ്ടെന്ന് നിങ്ങൾ പറയില്ല. എന്തിനാണ്? മൈൻഡിനെ ട്രിഗർ ചെയ്യാനായിട്ട് ഗെയിംസ് നല്ലതാണ്. പക്ഷെ ഓവർ ആയിക്കഴിഞ്ഞാൽ ഭക്ഷണം നല്ലതാണ് അല്ലെ? എല്ലാവർക്കും അറിയാലോ, ഭക്ഷണം നല്ലതല്ലേ? പക്ഷെ ഓവർ ഭക്ഷണം കഴിച്ചാൽ എന്ത് സംഭവിക്കും? ക്ഷീണം കൂടും അല്ലെ? ഓവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെയാവും. അതുപോലെ ഗെയിംസ് കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ, മൊബൈൽ കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ
നമുക്ക് സങ്കടവും ദുഃഖവും ഒക്കെ വരും. ഇത് വേണോ? ദേഷ്യമൊക്കെ വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യമൊക്കെ വരുന്നില്ലേ? മൊബൈൽ ഉപയോഗിച്ചവർക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചിരുന്നു. അങ്കിളുടെ ഈ ക്ലാസ്സിൽ വരുന്ന എല്ലാ നിങ്ങളെല്ലാം ഗുഡല്ലേ? ഗുഡ് കുട്ടികളല്ലേ? നല്ല കുട്ടികളല്ലേ? നല്ല കുട്ടികൾ എല്ലാവരും ഒരു ദിവസം മാക്സിമം കളിക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ കളിക്കരുത്. അങ്ങനെ ഏതെങ്കിലും സമയത്ത് കളിച്ചാൽ നിങ്ങൾ മന്ദബുദ്ധികളായി മാറും. വേണോ? വേണ്ട, ആർക്കും വേണ്ടല്ലോ. ഇതാണ് നമ്മൾ ആദ്യം എടുത്ത പ്രോമിസ്. അപ്പൊ എഴുതിക്കോ, ആ ബുക്കിൽ എഴുതിക്കോ. ഞാൻ എഴുതി വെച്ചോ, ഐ ആം പ്രോമിസിങ് മൈസെൽഫ്. ഞാൻ എന്നോട് പ്രോമിസ് ചെയ്യുന്നു. ഞാൻ എന്നോട് പ്രോമിസ് ചെയ്യുന്നു. തരരുത്, അരമണിക്കൂറും തരരുത്. 1 മണിക്കൂർ ഞാൻ മാക്സിമം പറഞ്ഞാണ്. 10 മിനിറ്റ് കളിച്ചാലും മതി. അരമണിക്കൂർ തരുന്നത് വലിയ കാര്യമാണ്. ഞാൻ എനിക്ക് എന്നോട് പ്രോമിസ് ചെയ്യുന്നു, ഒരു ദിവസത്തിൽ 1 മണിക്കൂറിൽ കൂടുതൽ ഞാൻ മൊബൈൽ ഫോണിൽ കളിക്കില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ മൊബൈൽ ഉപയോഗിക്കുകയുള്ളൂ. എഴുതിക്കോളൂ കേട്ടോ. ഇത് പ്രതിജ്ഞയാണ്. ലംഘിച്ചാൽ എന്ത് സംഭവിക്കും? തെറ്റിച്ചാൽ ദൈവകോപം ഉണ്ടാകും കേട്ടോ. നീ തെറ്റിക്കോ? വൈകക്കുട്ടിക്ക് മാത്രമാണ് ഇവിടെ നോൺ സ്മാർട്ട് ആവേണ്ടത് അല്ലെ? ആണോ മോളെ? വൈകക്കുട്ടി നോൺ സ്മാർട്ട് ആവണം, നോൺ സ്മാർട്ട് ആവണം. എന്ത് പറ്റിയത്? സ്മാർട്ട് ആവണ്ടേ? മൊബൈൽ കഴിച്ചാൽ നോൺ സ്മാർട്ട് ആവും. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് അത് മാത്രമേ കണ്ടുള്ളൂ. വെരി ഗുഡ്. എഴുതിയല്ലോ. എഴുതി തെറ്റിക്കരുത്. എല്ലാ ദിവസവും ഇതിൽ കൂടുതൽ ഒരിക്കലും ഉപയോഗിക്കരുത്. കുരുത്തക്കെട്ട പിള്ളേർ ഇവിടെ ഉണ്ട്. ആരൊക്കെയാണ് കുരുത്തക്കെട്ടത്? പേര് പറയണ? അല്ല നിങ്ങളായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുന്ന? സാറേ ഞാൻ കുറച്ച് കുരുത്തക്കേടവനാണെന്ന് ഹാൻഡ് റൈസ് ചെയ്യുന്നില്ലല്ലോ. വേണ്ട, എന്റെ കുട്ടികളെല്ലാരും നല്ല കുട്ടികളാണ്. അതുകൊണ്ട് അവരാരും ഹാൻഡ് റൈസ് ചെയ്യണ്ട. വെരി ഗുഡ്. ഓക്കെ, ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി ഇന്ന് തീരുമാനിക്കണം. എല്ലാരും വീട്ടിൽ TV ഉണ്ടോ? ആരൊക്കെ വീട്ടിൽ TV ഇല്ല? വീട്ടിലില്ല. യെസ്, വെരി ഗുഡ് ജഗ്ദീപ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ പ്രോമിസ് ദാറ്റ് ഐ വിൽ നോട്ട് പ്ലേ ഗെയിംസ് ഫോർ മോർ ദാൻ 2 hours. മോർ ദാൻ 1 hour മോനെ. 1 hour. മോർ ദാൻ 1 hour. കുറച്ചു. മോർ ദാൻ 1 hour. TV ഉള്ളവർ എത്ര പേര്? എല്ലാവരും TV കാണുന്നവർ എത്ര പേരുണ്ട് വീട്ടില്? ഓക്കെ, ശരി. കണ്ടോളൂ. എല്ലാവരും കാണണം. പക്ഷേ എത്ര സമയം നിങ്ങളുടെ അച്ഛനും അമ്മയും TV കാണുന്നത് അറിയാവോ? നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ അച്ഛനും അമ്മയും കേൾക്കുവോ? അനുസരിക്കുവോ? എത്ര പേരുടെ അമ്മയും അച്ഛനും നിങ്ങൾ പറഞ്ഞ അനുസരിക്കും? സ്നേഹത്തോട് നിങ്ങൾ പറഞ്ഞ അനുസരിക്കുന്ന അമ്മയും അച്ഛനുള്ള വീട്ടിലുണ്ടോ? അല്ല നിങ്ങളെ പേടിപ്പിക്കുവോ? യെസ്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. നിങ്ങൾ പറഞ്ഞവരെല്ലാം അനുസരിക്കില്ലേ? എല്ലാം അനുസരിക്കും. കുറച്ചൊക്കെ. എല്ലാ കാര്യം അനുസരിക്കുന്നില്ല. ഓക്കെ, ഈ കാര്യത്തിൽ നിങ്ങൾ ഇന്നു മുതൽ ഒരു കാര്യം ചെയ്യണം. വീട്ടിൽ എല്ലാവർക്കും TV ഭയങ്കര ഇഷ്ടമാണോ? TV കാണുന്നത് നല്ലതാണോ മോശമാണോ? എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, TV കാണുന്നത് നല്ലതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എഗ്രി ചെയ്യോ? പറയില്ല. പറയില്ല. അപ്പൊ TV നമുക്ക് വേണമല്ലോ കുറച്ചു നേരം. അപ്പൊ നമുക്ക് വീട്ടിലെ TVയുടെ സമയം കുറച്ച് കുറക്കാൻ പറഞ്ഞാലോ? അല്ലേ? അപ്പോ ഇന്നു മുതൽ നിങ്ങൾ പറയണം അമ്മയോടും അച്ഛനോടൊക്കെ, നിങ്ങളും അതുപോലെ ചെയ്യണം. കുറച്ച് സമയം TVക്ക് സമയം മാറ്റി വെക്കണം. ഒരു ദിവസം കുറച്ചു നേരം മാത്രമേ വീട്ടിൽ TV വെക്കാൻ പാടുള്ളൂ. അത് അത്യാവശ്യമുള്ള TV സമയം നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് എത്ര സമയമാണ് വൈകിയ കാർട്ടൂൺ കാണുന്നത് എന്ന് തീരുമാനിക്കുക. അപ്പോൾ അത് അമ്മ സമ്മതിക്കും. ഇത്ര സമയത്ത് എത്ര മണിക്ക് അച്ഛൻ ന്യൂസ് കാണണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എല്ലാവരും കൂടി ഇന്ന് തീരുമാനിക്കണം. അമ്മയോടും അച്ഛനോടൊക്കെ എന്ന് പറയണം. അമ്മയുടെ ഉപ്പയുടെ പറഞ്ഞിട്ട് പറയണം. നമുക്കൊരു തീരുമാനം ഉണ്ടാവും വീട്ടില്.
എത്ര മണിക്കൂർ സിനിമ കാണുന്നു, എത്ര മണിക്കൂർ ന്യൂസ് കേൾക്കുന്നു, എത്ര മണിക്കൂർ കാർട്ടൂൺ കാണുന്നു എന്ന് തീരുമാനിക്കണം. പറ്റുമോ? എല്ലാവർക്കും പറ്റും. ഇത് നിങ്ങൾ ഇന്ന് അമ്മ സംസാരിച്ചിട്ട് നിങ്ങൾ ഒരു തീരുമാനമാക്കണം. ഞാൻ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അമ്മ എനിക്കുള്ള സമയം, നിങ്ങൾക്ക് ഇത്ര സമയം വരെ ഇത്ര സമയം, ബാക്കിയുള്ള സമയത്ത് നമുക്ക് കളിച്ച് രസിക്കണം എന്ന് പറയണം. അമ്മയോടും പറയണം, അച്ഛനോടും പറയണം. വന്നിട്ട് ടി വിയുടെ മുമ്പിൽ ഇരുന്ന് നിൽക്കുന്ന അച്ഛനെ പിടിച്ചിട്ട് പതുക്കെ ചെവി പിടിച്ച് പറഞ്ഞ, അച്ഛാ ടി വി ഇങ്ങനെ നോക്കിയാൽ ശരിയാവില്ല എന്ന് പറയണം കേട്ടോ. നിങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞാൽ അച്ഛൻ കേൾക്കുമല്ലോ. എല്ലാ കുട്ടികളും അച്ഛനമ്മക്ക് ഇഷ്ടല്ലേ? നിങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞാൽ മതി. അച്ഛാ കൂടുതൽ ടി വി കണ്ട, കുറച്ച് കണ്ടാൽ മതി, ബാക്കി നമുക്ക് കുറച്ച് വായിക്കുക, അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾ കഥയൊക്കെ വായിച്ച അച്ഛൻ്റെ അടുത്തിരുന്ന് കഥയൊക്കെ വായിച്ചു കൊടുത്താൽ മതി. അച്ഛനൊക്കെ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുന്നതല്ലേ. അപ്പൊ ടി വിയുടെ ടൈം എത്ര മണിക്കൂർ ആക്കുമെന്ന് നിങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയണം. അടുത്ത ക്ലാസ്സിൽ പറയണം, സാറേ നമ്മുടെ വീട്ടില് ടി വിയുടെ സമയം ഇത്രയാക്കി ചുരുക്കി എന്ന് പറയണം അടുത്ത ക്ലാസ്സിൽ. മാർക്ക് എഴുതി വെച്ചോ അത് ഇപ്പൊ തന്നെ, പിന്നെ മറന്നു പോകും. ദേവർഷ് ഇവിടെ അമ്മയോട് പോകാൻ പറ. നീ ഇവിടെ നോക്ക്. ഇപ്പൊ ക്ലാസ്സിൽ ഇവിടെ ഇരിക്കുമ്പോ അമ്മയുടെ ഇവിടുത്തെ ആ അമ്മയും അച്ഛനും ടി വി നോക്കാറില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ഫാമിലി. നല്ല കുട്ടികൾ, നല്ല ഫാമിലി, വെരി ഗുഡ് ഫാമിലി. ടി വി കാണുകയോ വേണ്ട. ആ കാണുന്നവര് കാണാത്തവര് ടി വി കാണാത്തത് വളരെ നല്ല കാര്യമല്ലേ, നല്ല ഫാമിലി അല്ലേ. ഇപ്പോ അപ്രീഷിയേറ്റ്. കാണുന്നവരോടാ പറഞ്ഞത്. അത്യാവശ്യം ചില അച്ഛനമ്മമാരുണ്ടാവും കാണുന്നത്. അപ്പൊ അവരോട് കാണണ്ടെന്ന് പറയണ്ട, കാണണ്ടെന്ന് പറയാൻ സമയം നിൽക്കണം. നിങ്ങളും കാണണ്ടെന്ന് ഞാൻ പറയില്ല. കുറച്ച് കാർട്ടൂണും കുറച്ച് ക്രിയേറ്റിവിറ്റിയും സ്റ്റോറീസ് ഒക്കെ നമ്മള് കേൾക്കണം, കാണണം. ഓക്കെ, സിനിമകൾ കാണണം, ഇതൊക്കെ വേണം. വേണ്ടാന്ന് പറയില്ല കേട്ടോ. പക്ഷെ ഒന്നും അധികമാവരുത് കേട്ടോ. മാളവിക, ഉദിത്, യു ഫോളോ മീ, റൈറ്റ്? ഹരികിഷൻ, അശ്വിൻ, ഡു യു ഫോളോ മീ? യെസ്. എത്ര മണിക്കൂർ ടി വി കാണും മോനെ? ഞാൻ വല്ലപ്പോഴും കാണാറുള്ളൂ. ഒരുപാട് സമയം 1 മണിക്കൂറും കാണാറുണ്ട്. വെരി ഗുഡ്, വെരി. അതുപോലെ നീ കാണാത്തത് പോലെ തന്നെ അമ്മയോടും അച്ഛനോടും അത് കാണുന്നത് കുറപ്പിക്കണം കേട്ടോ. അപ്പൊ വീട്ടിൽ നല്ല രസം ഉണ്ടാവും. ദേവർഷ്, 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 ഇവിടെ അവൻ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഓരോ നിമിഷം. ഓക്കെ, അപ്പൊ റെഡിയാണല്ലോ. ഇപ്പൊ 2 കാര്യങ്ങളായി. അമ്മയുടെ അച്ഛനും സ്നേഹത്തോട് വേണം ഇത് പറയാൻ കേട്ടോ, അല്ലെങ്കിൽ അടിപിടിയാവുക. എഗ്രി അല്ലേ? ഇനി ഒരു കാര്യം കൂടി അങ്കിൾ ഇന്ന് പറഞ്ഞു തരും. ഇത് നിങ്ങൾ എഗ്രി കൃത്യമായി പാലിക്കണം. നിങ്ങൾ എല്ലാരും വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയം എത്ര? രാത്രി 8 മണി. സാർ 8 അല്ലെങ്കിൽ 9 മണി. 8 മണി 9 മണി. നിങ്ങൾ ഒറ്റ ഓക്കെ, വെരി ഗുഡ്. 9:45. രാത്രി ഫുഡ് ഇല്ലേ? 6 മണി. ഓക്കെ, ഏത് സമയത്തായാലും ഇത് നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണോ കഴിക്കുന്നത്, നിങ്ങൾ ഒറ്റക്കാണോ കഴിക്കുന്നത്? എല്ലാരും കൂടി സിനിമ കൊണ്ടാണ് കഴിക്കുന്നത്. എല്ലാരും കൂടി ചെയ്യുന്നത്. അച്ഛൻ, അമ്മ, നിങ്ങൾ മക്കൾ എല്ലാവരും ഒന്നിച്ചിരുന്നാണോ കഴിക്കുന്നത്? അമ്മ നിങ്ങളുടെ കൂടെ, ഓക്കെ ശരി. അമ്മ നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ? സത്യം പറയണം, എല്ലാവരും പറയണം. എല്ലാവരും വീട്ടിലും അങ്ങനെ ഉണ്ടാവുന്നില്ല. അമ്മ കൂടെ ഇരുന്ന് ആരുടെയൊക്കെ അമ്മ വായിലിട്ട് വരുന്നുണ്ട്? ഇപ്പോഴും വായിലിട്ട് വരുന്ന ആരൊക്കെ ഉണ്ട്? അമ്മ ചില സമയത്ത് വായിലിട്ട് വരും. അമ്മ എനിക്ക് വായിലിട്ട് തരുമോ, എനിക്ക് കൈ വേദനിക്കുന്നു
എന്നൊക്കെ പറഞ്ഞു പോകുന്നില്ല ഇപ്പോഴും. അല്ല സാർ സ്കൂളില് പോകാൻ നേരത്താവുമ്പം എന്നാ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അമ്മ വായിലിട്ട് തരുന്നു, നിങ്ങൾ കഴിക്കുന്നു, സന്തോഷവും കഴിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും അമ്മയുടെ അച്ഛന്റെ വായിലിട്ട് കൊടുത്തിട്ടുണ്ടോ കഴിക്കു പറഞ്ഞിട്ട്? ഉണ്ട് സാർ. വെരി ഗുഡ്. അവര് സമ്മതിക്കൂല. അവര് സമ്മതിക്കൂല. അവര് സമ്മതിക്കൂല. ഞാനും കൊടുക്കാറുണ്ട്. കൊടുക്കാറുണ്ടല്ലേ? ആ ഇതൊക്കെ അമ്മയുടെ കയ്യിൽ പൊള്ളിയപ്പോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അമ്മയോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാവരും ഒന്നിച്ച് കഴിക്കാത്തവർക്ക് വേണ്ടി പറയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ രാവിലെയും ഉച്ചക്ക് ചിലപ്പോൾ പറ്റുമല്ലോ, ഉച്ചക്ക് എല്ലാവരും പുറത്തു പോകുമല്ലോ അല്ലെ, പുറത്തായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അല്ലെ, ചിലപ്പോൾ കൊണ്ടുപോകും അല്ലെങ്കിൽ സ്കൂളിലായിരിക്കും കഴിക്കുന്നത് അല്ലെ. രാവിലെയും വൈകിട്ടും കഴിക്കുമ്പോ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ പഠിക്കണം. സാർ പക്ഷെ എനിക്ക് സ്കൂളിൽ പോവാൻ നേരത്തെ പോകണമെന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പേക്ക് അതിനനുസരിച്ച് അപ്പയോട് പറയണം നമുക്ക് നേരത്തെ കഴിക്കണം, ഇല്ലെങ്കിൽ രാത്രി കഴിക്കാനോ ഒന്നിച്ച്, രാത്രിയെങ്കിലും ഒന്നിച്ച് കഴിക്കാനാക്കണം കേട്ടോ. അപ്പൊ ഒന്നിച്ചിരുന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് കഴിക്കുന്ന കാര്യം ആക്കണം. അപ്പൊ 3 കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞു തന്നിരുന്നു. 3 പാലിക്കാൻ പറ്റുമോ? ഇനി നമുക്ക് ഒരു കാര്യം പഠിക്കാം. ഇന്നത്തെ കാര്യം ഇന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഇന്ന് ഒരു കാര്യം നമുക്ക് പഠിക്കാം. ഇത് അടുത്ത ആഴ്ച ആകുമ്പോ എന്നോട് പറയണേ ഇന്ന് കാര്യങ്ങളാണെന്ന് പറയണം കേട്ടോ. ഇനി നിങ്ങൾക്ക് പുസ്തകം ഒന്നും പഠിക്കാൻ ആഗ്രഹമുണ്ട്? ആർക്കെങ്കിലും അറിയേണ്ട ചോദ്യം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ എന്തെങ്കിലും ചോദിച്ച ചോദ്യം മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയുന്നതേ ചോദിക്കാവൂ. അങ്ങനെ എത്രയോ കാലം മുമ്പ് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചതാ. വലിയ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോവേ. ആർക്കെങ്കിലും ചോദിക്കാറുണ്ടോ എന്തെങ്കിലും ചോദ്യം? സാർ ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കാനുണ്ടോ? എനിക്കെന്താ അറിയാം, എനിക്ക് എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാട്ടോ. അങ്ങനെ ഇല്ലെങ്കിൽ ചോദ്യമായിട്ടൊക്കെ വരണം അടുത്ത ആഴ്ച കേട്ടോ. വരുമ്പോ കാന്തം വെള്ളത്തിലിട്ടാ നാശാവോ? കാന്തം വെള്ളത്തിലിട്ടാലോ? ഒന്നും ആവില്ല മോനെ. തീയിലിട്ടാലും ഒന്നും ആവില്ല. അപ്പൊ പഠിക്കാണ്ടല്ലോ തീയിലിട്ടാൽ എന്താവും? വർക്കാവില്ലെന്ന് എന്റെ ചേട്ടൻ പറഞ്ഞതാ. തീയിലിട്ട് കഴിഞ്ഞാൽ കാന്തം വർക്കാവില്ലെന്നോ? 100 ഡിഗ്രി മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ഉരുകിപ്പോവും, അല്ലെങ്കിൽ അതിന്റെ കാന്തശക്തി നഷ്ടപ്പെട്ടു പോകും. 100 ഡിഗ്രി മുകളിൽ പോയി കഴിഞ്ഞാൽ, അത് നല്ല ചൂടായി കഴിഞ്ഞാൽ, ചൂട് തിളച്ചാൽ കാന്തത്തിന്റെ കാന്തശക്തി നഷ്ടപ്പെട്ടു പോകും. നോർമലി ഒന്നും ആവില്ല. ഇട്ട് നോക്കുന്ന കാന്തം ഉണ്ടോ നിന്റെ കയ്യിൽ? കാന്തം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഗ്യാസിന്റെ മുകളിൽ കൊണ്ടുവയ്ക്ക്. കുറച്ചു നേരം ഗ്യാസ് കത്തിച്ച് വെച്ച്. വീട്ടിൽ അടുപ്പുണ്ടോ? അടുപ്പുണ്ടെങ്കിൽ അമ്മ ചായയോ ചോറോ വെക്കുമ്പോ അടുപ്പിനകത്ത് കിട്ടേക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാം. പിന്നെ കുറെ കഴിഞ്ഞിട്ട് എടുക്കാവൂ, അല്ലെങ്കിൽ ചൂടുണ്ടാവും. അമ്മ തല്ലൊന്നുമില്ല. കാന്തം അതിലിട്ടാൽ അമ്മ എന്തിനാണ് ഇട്ട് നോക്കിക്കോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് രാവിലെ ഇട്ട് കഴിഞ്ഞാല് തീയൊക്കെ കെട്ട് ഒരു 4-5-6 മണിക്കൂർ അതിന്റെ കൈ കൊണ്ട് തൊടാവേ, അല്ലെങ്കിൽ കൈ കൊള്ളുവേ, ഒന്നും ആവില്ല. ഇല്ല വെള്ളം ഇട്ടാൽ മതി. പക്ഷെ വെള്ളത്തിലേക്ക് കൊണ്ടിടുന്നത് എങ്ങനെയാടാ? എടുക്കുന്ന വെള്ളത്തിലേക്ക് കൊണ്ടുവരും. അടുപ്പിൽ കൊണ്ട് വെള്ളം ഒഴിക്കോ? അടുപ്പിൽ വെള്ളം ഒഴിച്ചാൽ പിന്നെ അടുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അടുപ്പിലൊന്നും കൊണ്ട് വെള്ളം ഒഴിച്ചേക്കല്ലേ, അബദ്ധങ്ങൾ കാണിക്കല്ലേ. അത് അടുപ്പിന്ന് ഒരു വടി എടുത്തിട്ട് പുറത്തോട്ട് നീക്കി വെച്ചിട്ട് പിന്നെ വൈകിട്ട് മാത്രമേ ഇത് എടുത്ത് ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ അന്നേരം എടുത്ത് ഉപയോഗിക്കൽ തണുത്തു ഇതായിപ്പോ കൈ പൊള്ളിപ്പോ കേട്ടോ. വളരെ സൂക്ഷിക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തൊട്ടാവാടി അറിയാവോ? ടച്ച് മീ നോട്ട്. അത് തൊട്ടാൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാണ് അത് അങ്ങനെ വാടുന്നതെന്ന് അറിയാവോ? ബാക്കി ഒറ്റ ടെമ്പറേച്ചറാ. ജഗദീപ് പറഞ്ഞു. സാർ അതിന് സ്റ്റിമുലസ് ഉണ്ട്, അപ്പൊ അത് ടച്ച് ചെയ്യുമ്പോ അതിന്റെ റിയാക്ഷൻ ആണ് പാടിപ്പോണത്. സ്റ്റിമുലേഷൻ എന്താണ് സ്റ്റിമുലേഷൻ സംഭവിക്കുന്നത്? എന്താണ് അതിന്റെ ഘടകം?
സാർ ടച്ച് ചെയ്യുമ്പോ അതിന് ഫീൽ ആയിട്ടത് പാടിപ്പോന്ന തോന്നാം, എനിക്കറിയില്ല. ആ സാർ 4ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, പക്ഷെ പറഞ്ഞത് കറക്റ്റ് ആണ്. ഒന്നുകൂടി വിശദമായി പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് അറിയാം. വൈകൊക്കെ അറിയാം അതൊക്കെ എന്തുകൊണ്ട് തൊട്ടാവടി തൊട്ട് കഴിഞ്ഞാൽ കൂമ്പി പോകുന്നു അറിയോ വൈക? എല്ലാവർക്കും വേണ്ടി മോനത് പറഞ്ഞേ, ജഗദീപ് ഒന്ന് കൃത്യമായി പറഞ്ഞേ. പറഞ്ഞേ ജഗദീപ് പറഞ്ഞ കറക്റ്റ് ആണോ? പറഞ്ഞേ ആ കറക്റ്റാ പറഞ്ഞോ വ്യക്തമായി പറഞ്ഞു. സാർ വ്യക്തമായിട്ട് കറക്റ്റ് ഓർമ്മയില്ല. എന്താന്ന് വെച്ചാൽ 4ാം ക്ലാസ്സിൽ പഠിച്ച 2 വർഷം 4ാം ക്ലാസ്സിൽ പഠിച്ച അത്രയെങ്കിലും ഓർമ്മ ഉണ്ടല്ലോ, അത് വലിയ കാര്യം. നീ പറഞ്ഞത് കറക്റ്റ് ആണ്. നിങ്ങള് ബാക്കിയുള്ള ആർക്കെങ്കിലും അറിയോ? ആർക്കാർക്കും അറിയില്ലേ? വേറെ ആരും 4ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ ഇവിടെ? ആഹാ. 4ാം ക്ലാസ്സിൽ പഠിക്കാത്ത പിള്ളേർ ആരൊക്കെ ഉണ്ട് ഇവിടെ? എല്ലാവരും 4ാം ക്ലാസ്സിൽ പഠിക്കാത്തവരാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കാതെ നിങ്ങൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലേക്ക് കൊണ്ടുപോയാ? അതിന് ഫീൽ ചെയ്യുമ്പോ പാടും. ആ അതിന് അത് കറക്റ്റ് ആണ്. അതിന് ഫീൽ ചെയ്ത് അതങ്ങ് കൂമ്പി. എന്തിപ്പോ ഈ കാര്യമില്ല, അതിന് കൂമ്പളം തോന്നി കൂമ്പി അല്ലേ? അല്ലടാ പിന്നെന്താ? അത് നീ ഞാൻ ഉദിത്തിന് ഞാനിങ്ങ് തൊടുമ്പോ ഉദിത്ത് ചോദിക്കും ഞാൻ കരയണം എന്ന് വിചാരിച്ചു, ഉദിത്തം കരഞ്ഞു. ചിരിക്കണം എന്ന് വിചാരിച്ചു ചിരിച്ചു. അങ്ങനെ പറ്റുമോ? പറ്റുമോ? വേറെ ആർക്കാണല്ലേ? സാർ നമ്മളതിനെ തൊടുമ്പോ അത് പ്രൊട്ടക്ട് ചെയ്യണം അതിന്, അതുകൊണ്ടാണ് ലീഫ് ക്ലോസ് ചെയ്യണം. അതിന് തൊടുമ്പോ നമ്മൾ അതിനെ തൊടാൻ പോകുമ്പോ അത് അതിന്റെ ഡിഫൻസ് എടുക്കുകയാണ്, അതുകൊണ്ടാണ് അത് ലീഫ് ക്ലോസ് ചെയ്യുന്നത്. ഡിഫൻസോ? സാർ അത് വാടിയ പോലെ ഇതായ എന്താണ്, പശു ഇതൊന്നും കഴിക്കില്ലല്ലോ. അപ്പൊ അതങ്ങനെയാവാം. പശു അല്ലെങ്കിൽ തൊട്ടാവാടി കഴിക്കുവോ? പൊതുവെ കുറവല്ലേ? അല്ല, അതായത് തൊട്ടാവാടി ഇങ്ങനെ ഏത് മൃഗവും കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല, കുറവന്നെ. കണ്ട ആടൊക്കെ കഴിക്കുന്നുണ്ടോ? ഓക്കെ, അതല്ല, നീ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ കറക്റ്റ്. അതിനകത്ത് ഒരു എന്താ പറയാ, അതിന് ഒരു പൾമിനിസ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അതായത് നിങ്ങൾ തൊട്ടാവാടി കണ്ടാൽ അറിയാം, തൊട്ടാവാടിയുടെ ഈ തണ്ടുകളൊന്ന് നോക്കുക. ഒരു തണ്ടിനും ഒരു തണ്ടിനും ഇടയിൽ ഒരു ജോയിന്റ് ഉണ്ടാവും. 2 തണ്ടുകൾക്കിടയിൽ ജോയിന്റ് ഉണ്ടാവും. അവിടെ നിന്നാണ് ഈ ഇലകൾ വരുന്നത്. അപ്പോൾ അതിനകത്തുള്ള വെള്ളം ആ ഭാഗത്ത് മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഈ നമ്മൾ ഇതിന് ടച്ച് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ആവും. ഈ ചെടിയുടെ ടെമ്പറേച്ചർ ചേഞ്ച് ആവും. ടെമ്പറേച്ചർ ചേഞ്ച് ആകുമ്പോൾ വെള്ളം കംപ്ലീറ്റ് വലിയും അകത്തോട്ട്. ഈ ഹോർമോൺ കൊണ്ട് വെള്ളം വലിയുമ്പോൾ വെള്ളം എവിടെയൊക്കെയാണ്? ശരിക്കും ഇലയാണ് കൂമ്പ്. ഇലയിലല്ലേ? അറിയാലോ, എല്ലാ സസ്യത്തിന്റെയും പാചകം എവിടെയാണ് നടക്കുന്നത്? ഹരിതം എവിടെയാണുള്ളത്? ഇലയിലാണ് അല്ലെ? അപ്പൊ ഇല മുഴുവനായിട്ട് അങ്ങ് വലിയും, അകത്തോട്ട് വലിഞ്ഞെടുക്കും. അവൻ പറഞ്ഞത് കറക്റ്റാണ്, ജഗദീപ് പറഞ്ഞത് കറക്റ്റാണ്. അപ്പൊ അത് വലിഞ്ഞ് ആ സ്ഥിതിയിലേക്ക് വരുന്നു. ഇത് ഈ തൊട്ടാവാടിക്ക് മാത്രമുള്ള ഒരു ഇതാണ്. അതിന് പൾവിനസ് എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് അതിനകത്തുള്ളത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ശരിക്കും ചില സമയത്ത് ചൂടുള്ള സ്ഥലത്തും അത് തന്നെ സംഭവിക്കും. ടെമ്പറേച്ചറിലാണ് ചേഞ്ച് വരുന്നത്. കറക്റ്റാണ്. ഞാനിപ്പോ പഠിച്ചതാണ്. 4ാം ക്ലാസ്സിൽ പഠിച്ചു. അതാണ് നിങ്ങളോട് പറയാൻ വേണ്ടി പഠിച്ചാണ്. താങ്ക് യുടാ, ഇങ്ങനെ രക്ഷിച്ചല്ലോ അല്ലെ? ഇതുപോലെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് രസമുള്ളൂ കാര്യം. അപ്പോ ഉദിത്തിനെ തൊട്ട് കഴിഞ്ഞാൽ കരയണമെന്ന് വിചാരിച്ചു ഉദിത്ത് കരയോ? ചിരിക്കണം എന്ന് വിചാരിച്ചാൽ ചിരിക്കോ? അങ്ങനെ ടച്ച് ചെയ്യുമ്പോ കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന സാധനത്തിന് പറയുന്ന പേരെന്താണ്? നമ്മൾ സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കുന്ന ആ ഒരു സാധനത്തിന് പറയുന്ന പേരെന്താണ്? ലൈറ്റോ? റോബോട്ട്. അപ്പൊ ഉദിത്ത് മനുഷ്യനാണോ റോബോട്ടാണോ? മനുഷ്യൻ. അപ്പൊ നീ കരയോ അങ്ങനെ വെറുതെ? നീ കരയില്ലാതെ കരയില്ല. അപ്പൊ ഒരാൾ ടച്ച് ചെയ്ത് നീ കരയോ? ടച്ച് ചെയ്താൽ ചിരിക്കോ? ഇക്കിളിയൊക്കെ അല്ലേ ചിരിക്കും? ഇക്കിളിയൊക്കെ ചിരിക്കും, അല്ലാതെ ചിരിക്കില്ലല്ലോ. അപ്പോ രണ്ടും തമ്മിൽ വ്യത്യാസം കേട്ടോ. നമ്മള്
വേണ്ട പോലെ മാത്രമേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് അറിയുക. ഇനി ഒരു കാര്യം കൂടി അറിയോ, ഈ മീനിന്റെ കളർ എന്തുകൊണ്ടാ സിൽവർ? എല്ലാ മീനും, അധികം മീനും സിൽവർ കളറാണ്. എന്തുകൊണ്ടാന്ന് അറിയോ? അത് വെള്ളത്തിൽ കിടന്നിട്ടാണോ? വെള്ളത്തിലുള്ള വെള്ളം സിൽവർ ആണടാ. അല്ല, വെള്ളത്തിൽ കിടന്നിട്ടാണോ മരവിച്ചിട്ട്? വെള്ളത്തിലിരുന്നാലൊക്കെ സിൽവർ ആവുമോ? അപ്പൊ പിന്നെ വെള്ളത്തിലുള്ള കല്ലുകളൊക്കെ സിൽവർ ആണോ? സാർ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ടാ? വെള്ളത്തിലെ ഫുഡ് കഴിച്ച് സിൽവർ ആയോ? സാർ വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട്. വെള്ളം കുടിച്ചു കഴിഞ്ഞാ അപ്പൊ നീ ആരാ പറഞ്ഞത് വെള്ളം കുടിച്ചിട്ട് സിൽവർ ആണ്? നമ്മളും വെള്ളം കുടിച്ചിട്ട് വേണ്ട, അപ്പൊ നമ്മൾ സിൽവർ ആണോ? നമ്മൾ വെള്ളം കുടിക്കില്ലേ? അപ്പൊ മീനിന്റെ പ്രത്യേകത ഉണ്ട്. അതാ ചോദിച്ചാ, ആ പ്രത്യേകത എന്താണ്? എല്ലാ മീനും അല്ലല്ലോ, എല്ലാ മീനും സിൽവർ അല്ലല്ലോ, എല്ലാ മീനും സിൽവർ അല്ലല്ലോ. അല്ല, ചില മീന്. എന്തുകൊണ്ടാണ് അത് കുറച്ച് മീൻ മാത്രം അങ്ങനെ ആയി പോകുന്നത് അറിയോ? അതിന്റെ ചിതള സിൽവർ ആയതുകൊണ്ട്. അത് തന്നെ ചോദ്യം. ചിതള എങ്ങനെ എന്തുകൊണ്ട് സിൽവർ ആയി? അതിലൊരു സാധനം അടങ്ങിയിട്ടുണ്ട്, ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. ആ രാസവസ്തു കാരണമാണ് അത് അങ്ങനെ ആയത്. ആ രാസവസ്തുവിന്റെ പേരാണ് നമ്മൾ അറിയേണ്ടത്. വൈറ്റമിൻ ഡി. ഈ മീനിന്റെ ഒക്കെ റിയൽ കളർ ഏതാണ്? അങ്ങനെ റിയൽ കളർ ഇല്ല. ഓരോ മീനും ഓരോ കളറല്ലേ. അധികം ഏറ്റവും കൂടുതൽ സിൽവർ കളറാണ്. ഏറ്റവും കൂടുതൽ സിൽവർ കളറാണ്. കാൽസ്യം വൈറ്റ് അല്ലേ? അപ്പൊ സിൽവർ എന്താ? ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. അതിന്റെ കോശങ്ങളിലുള്ള ഒരു രാസവസ്തുവാണ് അതിന് കാരണം. ആ രാസവസ്തുവിന്റെ പേരാണ് ഗുവാൻ. ഗുവാൻ എന്ന് പറയുന്ന രാസവസ്തു കാരണമാണ് ഇത് അങ്ങനെയായി മാറുന്നതെന്നാ പറയുന്നത്. ഗുവാനോഫോറുകൾ, ഗുവാനോഫോർ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ഇതിന് കാരണം. മനസ്സിലാക്കിയത്? മീനെ തൊട്ട ചൊറിയോ? അല്ല, മീനൊന്നുമില്ല. മറ്റേ എന്താ ചൊറിയണല്ലേ? അതൊക്കെ തൊട്ടങ്ങനെ ചൊറിയണ്. ചോദ്യം വന്നു. അങ്കിള് പഠിച്ചിട്ട് പറയാട്ടോ, അറിയില്ല മോനെ. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് എനിക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ്. ഇതിനാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്. ജെല്ലി ഫിഷിനെ തൊട്ട ചൊറിയോ? ഇല്ല, വഴുവഴുപ്പേ ഉള്ളൂ, ചൊറിയില്ല. കയ്യില് വഴുവഴുപ്പ് വരാം. സാറേ, മീനിനെ തൊട്ട കറണ്ടടിക്കുന്ന എന്താ? ഏതോനെ കറണ്ടടിക്കുന്ന എന്താ? മീനെ തൊട്ടാ കറണ്ട് അടിക്കോ? സാർ, ഇലക്ട്രിക് ഈൽ എന്ന് പറഞ്ഞൊരു മീനുണ്ട്. അത് കറണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നാണ് പറയുന്നത്. അത് കുറച്ചൊക്കെ മിന്നാമിനുങ്ങ് പോലത്തെ ഒരു ഫിഷാണ്. അല്ല, തൊട്ടത് കറണ്ട് അടിക്കും. ചെറിയൊരു വോൾട്ടേജ് അത് മിന്നാമിനുങ്ങ് പോലെ അതിനകത്ത് കുറച്ചൊരു ഇലക്ട്രിക് എനർജി ഉണ്ട്. ഷോക്ക് അടിക്കൊന്നുമില്ല, ചെറിയൊരു ഇതടിക്കും. കാരണം ഇലക്ട്രിക് എനർജി അതിന്റെ ബോഡിയിലുണ്ട്, അതുകൊണ്ടാണ്. അത് ഇലക്ട്രിക് എനർജി നമ്മുടെ ബോഡിയിലില്ലേ? എല്ലാവരുടെ ബോഡിയിലില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ പക്ഷെ അപ്പൊ നമ്മള് ആരെങ്കിലും തൊടുമ്പോ ഒരു ചെറിയ ഷോക്ക് വരുന്നില്ലേ? വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, എളുപ്പമാണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങള് ആരൊക്കെ ലുലു മാളിൽ പോയിട്ടുണ്ട് ഇവിടെ? ഓക്കെ, ലുലു മാളിൽ പോയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നല്ല മൊസൈക്ക്, നല്ല ടൈൽസ് ഇട്ട ഫ്ലോർ ഇല്ലേ? നല്ല വൃത്തിയുള്ള ടൈൽസ് ഇട്ട ഫ്ലോറ്. ആ ഫ്ലോറിലൂടെ നിങ്ങൾ നല്ല ഷൂ ഇട്ടിട്ട് നടക്കുക. നല്ല ഷൂ എന്ന് വെച്ചാൽ നല്ല
നല്ല മിനിമിനിസമുള്ള പുതിയ ഷൂ ഇല്ലേ, മിനിമിനിസമുള്ള ഷൂ, അതിട്ടിട്ട് അതിലൂടെ നടന്നിട്ട് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തോളൂ കേട്ടോ. നടന്ന് നല്ല സ്പീഡിൽ ഇങ്ങനെ നടന്നു പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു ഇരുമ്പിന്റെ ഇതുണ്ടാവില്ലേ, കൈപ്പിടിയോ മറ്റോ ഉണ്ടാവില്ലേ, ഇരുമ്പ്, നടന്നു പോയിട്ട് അതിനൊന്ന് തൊട്ടാൽ മതി. അപ്പൊ അറിയാം നിങ്ങൾക്ക് ഒരു ഷോക്ക്, എന്നിട്ട് ഷോക്ക് അടിക്കും. അത് നമ്മുടെ ഇലാസ്റ്റിക് എനർജിയാണ്. നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഈ ബോഡിയും നമ്മുടെ ഇതും തമ്മിൽ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യും. അത് നമ്മൾ എവിടെയും പോയാൽ എർത്തിങ് ഉണ്ടാവും. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. നിങ്ങൾ അതേ സമയത്ത് നിങ്ങൾ ഫ്രണ്ടിന് തൊട്ടാലും നിങ്ങൾക്ക് ഇലക്ട്രിക് ഉണ്ടാവും, അടിക്കും. ഇല്ലെങ്കിൽ ഒരു കാര്യം പറയാം, എളുപ്പത്തിൽ എനർജി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഏറ്റവും ലളിതമായ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെ വരാറുണ്ടല്ലോ, അല്ലെങ്കിൽ തലവേദന വരാറുണ്ടല്ലോ. തലവേദന വരുമ്പോ നിങ്ങൾ അമ്മയോട് പോയി പറയാം, അമ്മ എനിക്ക് നല്ല തലവേദനയാന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അമ്മ വന്നിട്ട് നിങ്ങളുടെ തലയിലേക്ക് ഇങ്ങനെ കൈവെക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ, ആശ്വാസം തോന്നാറുണ്ടോ? എങ്ങനെയാ അത് സംഭവിക്കുക? രണ്ട് തരത്തിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അമ്മയോട് പറയാണ്, അമ്മ നല്ല ദേഷ്യത്തില് നിനക്കൊന്നുമില്ല, നീ വെറുതെ എന്നോട് പറയാണെന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിൽ വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഈ ആശ്വാസം ഉണ്ടാകുമോ? എന്താ? ആശ്വാസം ഉണ്ടാവില്ല, ആശ്വാസം ഉണ്ടാവില്ല. അമ്മ സ്നേഹത്തോടെ വന്ന് തൊട്ടാലോ, അമ്മയും അച്ഛനും സ്നേഹത്തോട് വന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി തലവേദന പോകുമോ, പോയില്ലേ? എന്തായിരിക്കും ആ കയ്യിലൂടെ വരുന്നത്? അപ്പൊ തണുപ്പിന്റെ ഒരു എനർജി നിങ്ങളിലേക്ക് അമ്മ പാസ്സാക്കി തരും, അച്ഛൻ പാസ്സാക്കി തരും. ഇതാണ് എനർജി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അതല്ല, ഇലക്ട്രിക് എനർജിയാണ്. എനർജി അറിയാലോ നമുക്ക്. സ്വിച്ച് ഇട്ടാൽ കറണ്ട് വരുന്നത് കൊണ്ടാ, എനർജി ഉള്ളതുകൊണ്ടല്ലേ. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തുന്നത് എനർജി കൊണ്ടാണ്. അതേപോലെ എനർജി നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മളെല്ലാം എനർജിയാണ്, നമ്മളെല്ലാം കറണ്ട് ഉണ്ട് നമ്മുടെ ശരീരത്തിലൊക്കെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാൻ പറ്റും അല്ലേ? അനുഭവിക്കാറുണ്ടല്ലോ. യെസ്, മറ്റു ക്ലാസ്. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. നാളെ ഇതെല്ലാം ഇന്ന് കഥ എഴുതാൻ മറക്കരുത്. വലിയ കഥകൾ എഴുതണം കേട്ടോ, വലിയ രീതിയിൽ കഥ എഴുതണം. എവിടെ എത്തും, എന്തൊക്കെ ചെയ്യും ഒക്കെ എഴുതണം കേട്ടോ. എന്നിട്ട് എഴുതിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. നല്ല കഥ എഴുതുന്ന എഴുതിയവർക്ക് മാത്രം എന്റെ വക ഗിഫ്റ്റ് ഉണ്ടാവും. ഏതാ ചന്ദ്രനോ? ആ സാർ, അത് സൂര്യന്റെ ഇത് റിഫ്ലക്ട് ചെയ്ത്, ചന്ദ്രൻ റിഫ്ലക്ട് ചെയ്യുമ്പോ നമ്മുടെ അത് പഠിപ്പിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. ഇന്ന് സമയമില്ല, ഇന്ന് അങ്കിള് വേറെ ക്ലാസ് എടുക്കാൻ പോണ്ടേ. അപ്പൊ ഇന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. മൊബൈൽ കുറച്ച് ഉപയോഗിക്കുക, കഥ എഴുതുക, പിന്നെ അമ്മയോടും അച്ഛനോടും TV കുറച്ച് ഉപയോഗിക്കാൻ പറയുക. നിങ്ങൾ TV കുറച്ച് ഉപയോഗിക്കുക, ബാക്കി സമയത്ത് കളിക്കുക. ഇനി അടുത്ത ആഴ്ച ബാക്കി ചില പരിപാടികൾ. അപ്പൊ അടുത്ത ആഴ്ച ആകുമ്പോൾ ഇതെല്ലാം റെഡി ആയിട്ട് വരണേ. എല്ലാം റെഡി അല്ലേ? കൃത്യസമയത്ത് എല്ലാവരും. അൽഫിൻ, അൺമ്യൂട്ട് യുവർ സെൽഫ്, പറഞ്ഞ മോനെ. ടെൽ മീ. നാളെ തന്നെ കൊടുക്കണോ അതോ? വേണ്ട വേണ്ട വേണ്ട, ടേക്ക് യുവർ ഓൺ ടൈം. റൈറ്റ് മോർ, ടേക്ക് യുവർ ഓൺ ടൈം. റൈറ്റ്, ഓക്കെ. അപ്പൊ നിങ്ങൾ പോട്ടെ, വലിയ കുട്ടികളൊക്കെ ക്ലാസ് എടുക്കാൻ പോകണം കേട്ടോ. റൈറ്റ്, എവറിബഡി ആക്ട്. ഓക്കെ, സെറ്റ്, റൈറ്റ്. താങ്ക് യു. നമുക്ക് ചോദ്യങ്ങളുമായിട്ട് അടുത്ത വരുമ്പോ കഥ പറയാനൊക്കെ റെഡി ആയിട്ട് നിങ്ങൾ ആൾക്കാർ വരണേ. ബൈ ബൈ. ബൈ ബൈ. See you. Bye, sir. Thank you, sir. Love you all. Love you. Bye.